الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളെ ആ മാസങ്ങളുമായി ചില ചരിത്രങ്ങളെ ബന്ധിപ്പിച്ച് ശ്രേഷ്ഠമാക്കി, അല്ലെങ്കിൽ ചില ഇബാദത്തുകളെ ആ മാസവുമായി ബന്ധിപ്പിച്ച് ആ മാസങ്ങൾക്ക് പ്രത്യേകം ശ്രേഷ്ഠതകൾ കൊടുത്തു. എന്നാൽ ചില മാസങ്ങൾക്ക് ചരിത്രപരമായ ബന്ധങ്ങളോ എന്തെങ്കിലും ഒരു ഇബാദത്തുമായിട്ടുള്ള ബന്ധമോ അതൊന്നുമില്ല. ചരിത്രം നമുക്ക് ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരുടെയും താരീഖ് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ഫീ ദാലികും ലആയാതിൻ, ആ പറഞ്ഞ കാര്യങ്ങളിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾക്ക്. അപ്പൊ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലാ കാലഘട്ടത്തിലും രണ്ട് തരത്തിലുള്ള ചരിത്രമുണ്ടാവും, ഖൈറിന്റെയും ഷെറിന്റെയും. വൽ അസ്ർ, കാലഘട്ടം തന്നെയാണ് സത്യം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീർ പറഞ്ഞു, അഥവാ ആ കാലഘട്ടത്തിൽ മാറി മറയുന്ന ഖൈറിന്റെയും ഷെറിന്റെയും ചരിത്രങ്ങളാണ് സത്യം. ഖൈറിന്റെ അഹ്ലുകാരെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതും ഷെറിന്റെ അഹ്ലുകാരെ അള്ളാഹു ശിക്ഷിക്കുന്നതും നടപടി സ്വീകരിക്കുന്നതും. അപ്പൊ ഖൈറാണെങ്കിൽ ഇങ്ങനെയാവും അള്ളാഹുവിന്റെ നിങ്ങളോടുമുള്ള ഇടപെടൽ. ഷെറിന്റെ വക്താക്കളായാൽ അതിങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് പഠിപ്പിക്കലാണ് മെയിൻ ലക്ഷ്യം. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, അവരുടെ ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് ഗുണപാഠമുണ്ട് അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. അതിന്റെ കാരണം മുഹറം മാസത്തിന്റെ 10-ാം ദിവസമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖൗമും ഫിർഔന്റെയും ആൾക്കാരുടെയും ഷർറിൽ നിന്നും രക്ഷപ്പെട്ടത്. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ അതിന് നന്ദി സൂചകമായി മൂസ അലൈഹിസ്സലാം നോമ്പെടുത്തു. അത് കണ്ട് ബനു ഇസ്രായേലും നോമ്പെടുത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദീനത്ത് ചെന്ന് ഇത് അറിഞ്ഞപ്പോ പറഞ്ഞു, എന്നാൽ ഞാനാണ് മൂസയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള്, ഞാനും നോമ്പെടുക്കും. പിന്നെ യഹൂദികൾക്ക് എതിരാവാനായി 9-ന്റെ ഒന്നും കൂടെ അടുത്ത കൊല്ലം ജീവനോടെ ഞാൻ ഉണ്ടെങ്കിൽ നോമ്പെടുക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ നിന്ന്, അതായത് ഫിർഔന്റെ നാട്ടിൽ നിന്ന് വളരെ ദൂരെയാണ് ഇപ്പൊ ചെന്നെത്തി നിൽക്കുന്ന സ്ഥലം. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ആ രണ്ട് പെൺമക്കളുടെ പിതാവ് അങ്ങനെയാ പറഞ്ഞത്, നീ അക്രമികളിൽ നിന്നും രക്ഷപ്പെട്ടു, ഇനി നിന്നെ പിടികൂടാൻ അവർക്ക് സാധിക്കൂല, അത്രയും ദൂരത്ത് നീ എത്തി. അങ്ങനെ 10 കൊല്ലക്കാലം അതിൽ മൂത്ത പെൺകുട്ടി സഫൂറ എന്നാണ് പേരെന്ന് ചില താരീഖിന്റെ കിതാബുകളിൽ കാണാം. അല്ലാഹു അലം, ഖുർആനിലൊന്നും ആ പെണ്ണിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പെണ്ണിന്റെ സ്വഭാവം പറഞ്ഞു. നാണം കുടുങ്ങിയായ ലജ്ജയുള്ള പെണ്ണാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയായി അള്ളാഹു തെരഞ്ഞെടുത്ത ആ സ്ത്രീ 10 കൊല്ലം ആടുകളെ മേച്ച് മഹറും പൂർത്തിയാക്കി. പിന്നെയും ഒരുപാട് കാലം അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു. നാട്ടില് ഉമ്മയുണ്ട്, അതുപോലെ സഹോദരിയുണ്ട്, ബന്ധുക്കളുണ്ട്, ആൾക്കാരുണ്ട്. ഒരു ദിവസം ഭാര്യയുടെ പിതാവിനോട് അനുവാദവും വാങ്ങി മിസ്റിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഭാര്യയും മക്കളും, അപ്പം മക്കളുമായിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് ആടുകളും, മൂസ നബിയുടെ സ്വത്താണ് ആട്, ഇതിനെല്ലാം കൂടി യാത്ര തിരിച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസബ്ബിബുൽ അസ്ബാബാണ്.
അതായത് ചില കാര്യങ്ങളെ മറ്റൊന്നുമായി ബന്ധപ്പെടുത്താൻ ചില കാരണങ്ങൾ ഉണ്ടാക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ വളരെ ശക്തമായ തണുപ്പുള്ള ഒരു പ്രദേശത്ത് കൂടി കടന്നു പോവലായി. ദീർഘയാത്രയാണ് അന്നത്തെ കാലത്തെ യാത്ര. അപ്പൊ തണുപ്പ് സഹിക്കാൻ വയ്യാതായപ്പം ഒരു സ്ഥലത്ത് തമ്പടിച്ചു. തമ്പടിച്ച സ്ഥലത്ത് നിന്ന് നോക്കുമ്പം ദൂരെ ആരോ തീയിട്ട വെളിച്ചം കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോ മൂസ നബിക്ക് ആശ്വാസമായി. അപ്പൊ ഭാര്യ അടുത്ത് പറഞ്ഞു, തീ കാണുന്നുണ്ട്, ഒന്നുകിൽ യാത്രക്കാരുണ്ടാവും, അതല്ലെങ്കിൽ എന്തോ തീ. രണ്ടാണെങ്കിലും നമുക്ക് ആശ്വാസമാണ്. കാരണം യാത്രക്കാരെ കൂടെ കിട്ടിയാൽ ആ സങ്കേതത്തിൽ ചേർന്നാൽ സുന്ദരമായി യാത്ര ചെയ്യാം. ഇനി തീയാണെങ്കിൽ നമുക്ക് ഈ തണുപ്പ് അകറ്റാം, മുന്നോട്ടുള്ള യാത്രക്ക് ഒരു പ്രകാശവും നമുക്ക് കിട്ടും. ഇത് പറഞ്ഞിട്ടാണ് ഈ തീന്റെ അടുത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താരീഖ് പറഞ്ഞപ്പോ പറഞ്ഞു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന് മുന്നോട്ട് പോകും തോറും ഈ കണ്ട പ്രകാശം ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അടുത്തെത്തുന്നില്ല, അത്രയും ദൂരത്തേക്ക് സഞ്ചരിച്ചു. അവസാനം എത്തിയിട്ട് ഒന്ന് നോക്കുമ്പം ഒരു മരത്തിൽ നിന്നാണ് ആ തീ കാണുന്നത്. മരത്തിന്റെ അടുത്തേക്ക് തീയെടുക്കാനായിട്ട് കയറുമ്പോ പെട്ടെന്ന് ആ മരത്തിൽ നിന്ന് ഒരശരീരി കേട്ടു. അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത ശബ്ദം മാത്രം. അതായത് മൂസ എന്ന് പറയുന്ന ആള് മറ്റൊരു ലെവലിലേക്ക് മാറാൻ പോവാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശ്രദ്ധിച്ചപ്പോ പറയുന്നത്, ഇന്നി അന റബ്ബുക്, മൂസ ഞാൻ നിന്റെ റബ്ബാണ്. ഫഖ്ലഅന അലൈക്, നിന്റെ രണ്ട് ചെരുപ്പൂരി മാറ്റ്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു താഴ്വാരത്താണ് നീ ഉള്ളത്, ചെരുപ്പൂരി മാറ്റിയിട്ട് നിൽക്ക്. അപ്പൊ ആദ്യമായി അങ്ങനെ ഒരാൾ ഞാൻ നിന്റെ റബ്ബാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് പറയുമ്പം അദ്ദേഹത്തിന് സ്വാഭാവികമായും ഉണ്ടാവുന്ന മാനസിക പിരിമുറുക്കം അതുണ്ടായി. അല്ലാഹു പറഞ്ഞു, അനഖ്തർതുക്, പേടിക്കണ്ട, ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കുക. എന്ന് വെച്ചാൽ അള്ളാഹു മൂസ നബിയോട് സംസാരിക്കുന്ന ശബ്ദം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നേർക്ക് നേരെ ചെവി കൊണ്ട് കേൾക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇനി മൂസ നബിയുടെ പേര് കലീമുല്ലാഹി മൂസ എന്നാണ്. അള്ളാഹുവിനോട് സംസാരിച്ച മൂസ എന്ന പേരിലേക്ക് മാറി. എന്താണ് എനിക്ക് വഹി അറിയിക്കാനുള്ളത്? ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാനല്ലാത്തൊരു ഇലാഹില്ല, എനിക്ക് മാത്രം നീ ഇബാദത്ത് ചെയ്യണം. ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. ഇത് നീ ഇനി നാട്ടിൽ ചെന്ന് ആൾക്കാരോട് പറഞ്ഞേക്കണം. നബിയോ ആക്കി റസൂലാക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞെടുക്കപ്പെട്ടു. താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു, കുടുംബത്തോടൊപ്പം മിസ്രിലേക്കുള്ള യാത്രയിലെ ഇരുട്ട് മാറ്റി വെളിച്ചം നൽകാൻ പറ്റുന്നൊരു കഷ്ണം തീ കഷ്ണം എടുക്കാൻ വേണ്ടി പോയ ആളുടെ കൈമല് അള്ളാഹു കൊടുത്തത് ബനൂ ഇസ്രായീലിന് സ്വർഗത്തിലേക്ക് എത്താനുള്ള വെളിച്ചമാണ്. അതുമായിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഭാരാസമേതം മിസ്രിലേക്ക് ചെല്ലുന്നത്. മിസ്രിലെത്തുമ്പോഴേക്കും ഫിർഔൻ അവന്റെ തോന്നിവാസത്തിന്റെ മൂർധന്യതയിലെത്തിയിട്ടുണ്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, അല്ലാഹു പറഞ്ഞു ഫിർഔൻ ദുനിയാവിൽ അങ്ങേ അറ്റത്തെ കുരുത്തക്കേടിൽ എത്തി നിൽക്കുന്ന സമയം. ഏറ്റവും വലിയ കുരുത്തക്കേടവും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ്, അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തുകളൊക്കെ എനിക്ക് തന്നെ. ഇവൻ ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടും. ബനൂ ഇസ്രായീലുണ്ടാവും, ഖിബ്തികളും ഉണ്ടാവും. ചോദിക്കും, അലൈസലി മുൽക്കു മിസ്ര, ഞാനല്ലേ ഈജിപ്തിന്റെ അധികാരി. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളും പുഴകളും ഒക്കെ ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്. അപ്പറഞ്ഞ അതേ നദിയിലാണ് ഓൻ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ റബ്ബ്, ഇനിയുള്ള ഇബാദത്ത് എനിക്കായിരിക്കണം. അംഗീകരിക്കുക, അംഗീകരിക്കാത്തവനെ കൊല്ലുക. ഇതാണ് ഫിർഔന്റെ നടപടി. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ അലാ ഫിൽ അർദ്, ഇവന് സഹായിയായിട്ട് ഇവന്റെ കൂടെ ഉള്ള ആളാണ് ഹാമാൻ. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്.
ഫിർഔന്റെ വസീറാണ്, മന്ത്രിയാണ്. ഈ ഹാമാനെ പറ്റി അള്ളാഹു പറഞ്ഞപ്പം രസകരമായിട്ടുള്ളൊരു കഥ പറഞ്ഞു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലെത്തി, ഫിർഔന്റെ കൊട്ടാരത്തിൽ ചെന്ന് തൗഹീദ് പറഞ്ഞു, ആളുകളോട് തൗഹീദ് പ്രസംഗിക്കാൻ തുടങ്ങി. ഫിർഔൻ രാജകൊട്ടാരത്തിൽ വെച്ച് ചോദ്യം ചെയ്തപ്പം മൂസ പറയുന്ന റബ്ബ് മുകളിലാണെന്ന് ഫിർഔന് മനസ്സിലായി. ഇവൻ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ഹാമാനോട്, ഇബ്നിലി സർഹൻ, നീ എനിക്കൊരു ഏണി ഉണ്ടാക്കിത്താ, ലഅല്ലി അത്ലഉ ഇലാ ഇലാഹി മൂസ. മൂസ പറയുന്ന റബ്ബ് മുകളിലാന്നല്ലേ, ഞാനൊന്ന് കേറിയിട്ട് നോക്കട്ടെ അവിടെ ഒരു റബ്ബ് ഇങ്ങനത്തെ ഒരാളുണ്ടോ. ഇന്നി അദുന്നുഹു മിനൽ കാദിബീൻ, മൂസ കള്ളം പറയാണെന്ന് എനിക്ക് തോന്നുന്നു, നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു പരിഹാസ ചൊവ്വയുള്ള വർത്തമാനം ഈ ഹാമാനും ഫിർഔനും കൂടി പറഞ്ഞ് പ്ലാൻ ചെയ്തു. ഉലമാക്കൾ പറഞ്ഞു, ഒരുത്തൻ അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ നൂറിൽ നിന്ന് പുറം തള്ളപ്പെട്ടാൽ, അള്ളാഹു കാക്കട്ടെ, ഓനെന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവനിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്നത് ഉടമസ്ഥനെ പരിഹസിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളായിരിക്കും, കളിയാക്കിക്കൊണ്ടുള്ള വർത്തമാനങ്ങൾ. എന്തുകൊണ്ടറിയോ? ഒരു കൃത്യമായിട്ടറിയാം, വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് ഹക്കാണ്, സത്യമാണ്, ഇലാഹാണ് എന്ന കാര്യം അറിയാം. പക്ഷെ അങ്ങേയറ്റത്തെ ദേഷ്യവും വെറുപ്പും കൊണ്ട് ഓൻ നിഷേധിച്ചാൽ ആൾക്കാർ നിഷേധിക്കൂല, അല്ലെങ്കിൽ ഇല്ലാതാകൂല. ഓണി എന്തെങ്കിലും ചെയ്തിട്ട് ഇതിനെ ഇല്ലാതാക്കാനും പറ്റൂല. ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇനി ആകെന്ത് ചെയ്യാ? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക. ആ കൊഞ്ഞനമാണ് പരിഹാസമായി, കളിയാക്കലായി, കുറ്റപ്പെടുത്തലുകളായി ഇന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിദായത്തിന്റെ നൂറ് പ്രകാശം കൽബിൽ നിന്ന് പോയാൽ അവനെ സൃഷ്ടിച്ച നാഥനെ പരിഹസിക്കാൻ തുടങ്ങും, ഫിർഔനും ഹാമാനും ചെയ്ത പോലെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തി നിൽക്കുമ്പോ ഇതാണ് മിസ്റിന്റെ അന്നത്തെ അവസ്ഥ. അദ്ദേഹം ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തൊരു ദുആ, അത് നമുക്കെല്ലാം ബാധകമായ ഒരു ദുആയാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിന് കൊഞ്ഞുണ്ട്, നേർക്ക് വർത്താനം പറയാൻ കഴിയില്ല. അതുണ്ടാവാനുള്ള കാരണം പറയപ്പെടുന്നത് മൂസയെ അലൈഹിസ്സലാം ഫിർഔൻ അന്ന് ചെറുപ്പത്തില് കൊട്ടാരത്തിൽ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്തു. കാരണം ബനു ഇസ്രായേലിൽ ഇനി ജനിക്കുന്ന ആൺകുഞ്ഞ് നിന്റെ അധികാരം കൊണ്ടുപോകുന്ന സ്വപ്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പേടി അവന്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ആൺമക്കളെ കൊല്ലാൻ പറഞ്ഞത്. അങ്ങനെ കൊല്ലാൻ പറഞ്ഞ കൊല്ലത്തിനാണ് ഈ മൂസ ജനിച്ചതും. അപ്പൊ ഇതങ്ങനെ ആയിരിക്കും എന്നുള്ള പേടി ഫിർഔന്റെ മനസ്സിലുണ്ട്. കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്, ഫിർഔന്റെ കട്ടുമ്പല കിടന്നുറങ്ങുന്നത്, പക്ഷെ ഓന്റെ ഉള്ളിൽ ഈ പേടിയുണ്ട്. അപ്പൊ ഇവന് ഇതിനോടുള്ള ആർത്തിയുണ്ടോ ഇല്ലേന്നറിയാൻ ഒരു തീക്കട്ടയും ഒരു സ്വർണ്ണക്കട്ടയും മൂസാ നബിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. സ്വർണം എടുക്കുകയാണെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആർത്തിയുള്ള ടീം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈ സ്വർണത്തിലേക്ക് നീണ്ടപ്പം ജിബ്രീൽ വന്ന് തീയിലേക്ക് തട്ടി എന്ന് താരീഖിൽ കാണാം. അല്ലാഹു അലം. ഇസ്രായേലിയത്താണ്, നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ കഴിയില്ല. ആ തീക്കട്ട എടുത്ത് വായിലിട്ടത് കൊണ്ടാണ് ആ കുഞ്ഞ് സംഭവിച്ചത് എന്ന് അല്ലാഹു അലം. പക്ഷെ സംസാരത്തില് കുഞ്ഞുണ്ട്, വർത്താനം ശരിക്കും പറയാൻ കഴിയില്ല. അദ്ദേഹം ദുആ ചെയ്തു, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എന്റെ നെഞ്ച് നീ എനിക്ക് വിശാലമാക്കിത്താ. വയസ്സിർ ലി അംരി, എന്റെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് എളുപ്പമാക്കിത്താ. പിന്നെ വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എന്റെ നാവിന്റെ ഈ കെട്ട് നീ അഴിച്ചുതാ. യഫ്ഖഹു ഖൗലി, എന്റെ വാക്കുകൾ വ്യക്തമാവാൻ, ആളുകൾക്ക് മനസ്സിലാവാൻ. വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, പോരാ, എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വിശ്വസിക്കാവുന്ന, എന്നെ ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന ഒരാളെ കൂടി കൂട്ടിയും തരണം. ഹാറൂന അഖി, അതെന്റെ സഹോദരൻ ഹാറൂൻ ആവണം. ഉഷ്ദുദ് ബിഹി അസ്രി, അവനെ കൊണ്ട് നീ എന്റെ അരക്കെട്ടൊന്ന് മുറുക്കിത്തരണം ഒരു ധൈര്യത്തിന്. വഅശ്രിക്ഹു ഫീ അംരി, ഈ ദൗത്യത്തിൽ ഹാറൂനയും നീ എന്റെ പങ്കാളി ആക്കണം. ഒരു വിഷയം എന്താ അറിയോ? ദഅവത്ത് ഒറ്റക്ക് നടത്തുന്നതിനേക്കാളും ശക്തമായിരിക്കും എപ്പം കൂട്ടായിട്ട് നടത്തിയ.
നമ്മൾ സംഘടനയും മറ്റും കൊണ്ട് ആകെ ലക്ഷ്യമാക്കുന്നത് അത് മാത്രമാണ്. പക്ഷെ ഇത് തലമക്കേറിയപ്പോ അത് പോയി, ഇത് മാത്രമായി. കാരണം ഒറ്റക്കുള്ള ദഅവത്തിന് പരിമിതികളുണ്ട്. നമുക്ക് ഉദ്ദേശിച്ചതുപോലെ ലക്ഷ്യത്തിലെത്താൻ എത്തും, പക്ഷെ താമസം എടുക്കും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശക്തി നൽകുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ദഅവത്തിന് അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ച് ഹാറൂനെ, സഹോദരനെ നബിയാക്കിയിട്ട് വിട്ടു. ശരി, ഹാറൂനെയും കൂട്ടിയിട്ട് പോയിക്കോളൂ. പക്ഷെ പോവേണ്ടത് ഫിർഔന്റെ കൊട്ടാരത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് വേണം എന്തു പറയാൻ? നീ അല്ല റബ്ബ്, നിന്നെയും എന്നെയും നമ്മളെയും സൃഷ്ടിച്ച അല്ലാഹു ആണ് റബ്ബ് എന്ന് പറയാൻ. ഹഖ് എപ്പോഴും അങ്ങനെയാണ്. ഖുലിൽ ഹഖ, നീ സത്യമേ പറയാവൂ, വലൗ കാന മുർറൻ, അത് കൈപ്പുള്ളതാണെങ്കിലും. ഇനി അത് എത്ര വലിയ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിലാണെങ്കിലും ഹക്ക് ഹക്കായിട്ട് പറഞ്ഞോളാം. അവിടെ നിന്ന് എന്താ തിരിച്ചിങ്ങോട്ട് ഉണ്ടാവുക അത് നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ അറിയോ? ഹക്ക് പറയാൻ നീ തയ്യാറാണെങ്കിൽ ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, ഞാൻ നിങ്ങളുടെ രണ്ടാളെയും കൂട്ടുണ്ട്, ധൈര്യമായിട്ട് പോയിക്കോ, അള്ളാന്റെ സഹായം ഉറപ്പാണ്. ഒപ്പിക്കലവിടെ ഹക്കിന്റെ കാര്യത്തിൽ. ഫിറൗനല്ലേ ഇപ്പോഴേ പോയിട്ട് പറയണോ? കുറച്ചിങ്ങനെ എന്തെങ്കിലും ഹിക്മത്തെല്ലാം ആക്കി, ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ആക്കി, ഏകദേശം മനസ്സെല്ലൊന്ന് പാകപ്പെടുത്തിയിട്ടാകുമ്പോ പറഞ്ഞാ പോരെ? ഹക്ക് പറയുന്നതിൽ കാലതാമസം വരുത്തൽ അപകടമാണ്. കാരണം അതിൻ്റെ ഇടയിൽ എങ്ങാനും ആരോടാണോ പറയേണ്ടത് അയാൾ ദുനിയാവെന്ന് പോയാൽ നമ്മുടെ തലയിൽ ഭാരം ബാക്കിയായി. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഒരു പ്രശ്നമുണ്ട്, ഒരു നബിയും റസൂലുമാണ് പറയുന്നത് എന്നോർക്കണം. ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ, ഞാൻ ഇവിടുന്ന് നാട് വിടുന്നതിന് മുമ്പ് ഒരുത്തനെ കൊന്നിട്ട് പോയ ആളാണ്. അപ്പോയ സമയം കൊണ്ട് ഞാനാ ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്നെ കാത്തു നിൽക്കുന്ന ഫിറഔന്റെ മുമ്പിലേക്ക് പോയാൽ ഓൻ എന്നെ പിടിച്ച് കൊല്ലൂന്നുള്ള പേടി എനിക്കുണ്ട്. ഞാൻ എന്താക്കും? അപ്പോൾ അള്ളാഹു പറഞ്ഞത് ലാ തഖാഫ, രണ്ടാളും പേടിക്കണ്ട, ഇദ്ഹബ, രണ്ടാളും മുന്നോട്ട് പോയിക്കോളി, ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അസ്മഉ വ അറ, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, ബാക്കി ഞാൻ നോക്കിക്കോളൂ. അതായത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പൂർണ്ണമായ സംരക്ഷണവും ഉറപ്പും നൽകിയിട്ട് വിട്ടു. പക്ഷെ വിടുമ്പം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, നീ പോകുന്ന ഫിറഔന്റെ മുന്നിലേക്കാണ്. ഫിറഔന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്ന അതേ ടൂണ് നീ സംസാരിക്കണ്ട. കാരണം എന്നെ പറ്റി പറയുമ്പം അതിനൊരു ശൈലിയുണ്ട്. ഓന്റെ ടൂണ് തന്നെ നീ സംസാരിച്ചാൽ ഓന്റെ ദേഷ്യം കൂടെയുള്ളൂ, വെറുപ്പ് കൂടെയുള്ളൂ. വെറുപ്പ് കൂടിയാൽ സംഭവിക്കല് ഓൻ എന്നെ കുറ്റം പറയും. എന്ന് പറഞ്ഞാൽ ഒരു പ്രബോധകന്റെ വാക്കുകളും ശൈലിയും അവൻ ആരോടാണോ പറയുന്നത് അവര് അള്ളാഹുവിനെ കൂടുതൽ കുറ്റപ്പെടുത്താൻ കാരണമാവുന്ന തരത്തിൽ ആയിക്കൂടാ. അത് ദഅവത്തിന്റെ സിഫത്തിന് എതിരാണ്. പക്ഷെ ഇന്നെങ്ങനെ സംഭവിക്കുന്നു? നമ്മളെല്ലാം തിരുത്തുന്ന സംഗതിയാണ്. അള്ളാഹു പറഞ്ഞു, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, പോയിട്ട് മയമായി സംസാരിക്കും. ദേഷ്യം പിടിക്കണ്ട. ചിലപ്പോ ഓന്റെ വർത്താനം കേൾക്കുമ്പോ സ്വാഭാവികം ഞാൻ റബ്ബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂസ നബിക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. പ്രത്യേകിച്ച് മൂസ നബിന്റെ സ്വഭാവം വെച്ച് രണ്ടാമത്തെ അടിയായിരിക്കും. പിന്നെ ഉദ്ദേശത്തിനേക്കാൾ അപ്പുറത്ത് പ്രശ്നങ്ങളും ഫസാദും ഉണ്ടാവുക. അതിനൊന്നും നിൽക്കണ്ട. ഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നീ വളരെ മാന്യമായി, നല്ല മൃദുലമായി, നല്ല മധുരമായി ഫിറഔനോട് സംസാരിക്കും. ചിലപ്പോ ആ ശൈലിയിൽ സംസാരിച്ചാൽ ലഅല്ലഹു യതദക്കർ, ഓൻ ചിന്തിച്ചേക്കാം, എന്നിട്ട് അവന് പേടിയും ഖശിയത്തും വന്നു മാറിയേക്കാം. പ്രതീക്ഷയും കൊടുത്തിട്ട് വിട്ടു. രണ്ട് കാര്യമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊട്ടാരത്തിൽ പോയിട്ട് പറയാനുള്ളത്. ഒന്ന്, ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന തൗഹീദിലേക്ക് നിങ്ങൾ വരണം. രണ്ട്, അൻ അർസിൽ മഅനാ ബനി ഇസ്രായീല വലാ തുഅദ്ദിബുഹും, ബനൂ ഇസ്രായേലിനെ എന്റെ പുറം പെടണം, ഇനി നിന്റെ അക്രമവും ആ തഅദീബും ഒക്കെ നിർത്തണം, ഇനി ശരിയാവൂല. ഇതാണ് കണ്ടത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനെയും കൂട്ടി അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തി. പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ചോദിച്ചു, മർറബ്ബുക്കുമായ മൂസ, ആരാ നിങ്ങൾ ഈ പറയുന്ന റബ്ബ്? എന്താ അവന്റെ പ്രത്യേകത?
ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അത് അവന് കുറിക്ക് കൊള്ളുന്നൊരു മറുപടിയാണ്, വേറൊന്നും പറഞ്ഞില്ല. റബ്ബുന, നമ്മൾ ഈ പറയുന്ന റബ്ബാരാന്നറിയോ? അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹ, എല്ലാ ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. ഫിർഔൻ ഒരിക്കലും അത് പറയാൻ കഴിയില്ല. ഞാൻ റബ്ബാന്ന് പറയുമെങ്കിലും ഫിർഔനും ഒരു ഉമ്മാന്റെ മോനായിട്ട് ജനിച്ചതാണ്. ഓൻ ജനിക്കുന്നതിന് മുമ്പും ദുനിയാവുണ്ട്, ആൾക്കാരുണ്ട്, വസ്തുക്കളുണ്ട്. അതുകൊണ്ട് ഈ മറുപടി ഉലമാക്കൾ പറഞ്ഞു, ഒരാളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടാൽ, സംവാദം അനുവദിക്കപ്പെട്ട സംഗതിയാണ്, ഡിബേറ്റ് ഉണ്ടല്ലോ ദീനു വേണ്ടി, ഹക്ക് അവർക്ക് മനസ്സിലാവണമെന്ന നല്ല നീയത്തോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ കൊടുക്കുന്ന മറുപടി ബുദ്ധിപരമായിരിക്കണം. അത് സാധിക്കുന്നവനെ ആ പരിപാടിക്ക് പോകാനും പാടുള്ളൂ. ആവേശത്തിന് ഞാനൊരു ഡിബേറ്റിന് വാ, ചോദിക്കാൻ വാ, 2 ചോദ്യവും ചോദിച്ചു, ഇവൻ ഉത്തരം മുട്ടിയാൽ അവിടെ തകരുന്നത് ആളുകളുടെ മനസ്സിൽ നിന്ന് ദീനിലുള്ള വിലയാണ്. ജാഹിലിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല അത്. എന്ന് വെച്ചാൽ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയവന് മാത്രം എനിക്ക് സാധിക്കുന്നു ഉറപ്പുണ്ടെങ്കിലേ ആ പരിപാടിക്ക് നിൽക്കാവൂ. ഇല്ലെങ്കിലോ ഹദീസ് നിഷേധികൾ വരും, അതേപോലെ അള്ളാഹുവിനെ കളിയാക്കുന്ന ടീംസ് വരും. അങ്ങനെ അത് കാണിക്കും, ഇത് കാണിക്കും, പലതും പറയും. എന്നാ പിന്നെ നമുക്ക് സംസാരിക്കാൻ ഇരിക്കാല്ല, അല്ലെങ്കിൽ പറയും പള്ളിയിലേക്കോ നമുക്ക് ഇമാമോട് കൂടി സംസാരിക്കാല്ല. ഇമാമ ചിലപ്പോൾ ഹദീസ് കണ്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ഇമാമ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടാ അറിയില്ലപ്പാ, കണ്ടില്ലേ. ചിലപ്പോ ഈ കൂട്ടിക്കൊണ്ട് വന്നവൻ നല്ല നിലക്ക് വന്നായിരിക്കും, ഇത് കാണുമ്പം ഓന്റെ മനസ്സിലും ശക്കാവും. കഴിയുന്നെങ്കിൽ മാത്രമേ മറുപടി പറയാവൂ, ഇല്ലെങ്കിൽ ഫഅഅരിദ് അനിൽ ജാഹിലീൻ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അസ്സലാമു അലൈക്കും ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്ക് എന്റെ ഹക്ക് എന്റെ ഉള്ളിലുണ്ട്. ഇമാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹു തആലയോട് ഖദരിയാക്കളെന്ന് തോന്നുന്നു, ഖദറിലുള്ള വിശ്വാസത്തിൽ അഹ്ലു സുന്നയിൽ നിന്ന് വിട്ടുന്ന ആളുകൾ പോയിട്ട് പറയുമ്പോ ഇരിക്കും, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പോയിട്ട് ഇമാമിനോട് പറയാണ്, ഇരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയത്തിൽ ഒന്ന് സംവദിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത് ഹക്കാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലല്ലേ ഞാൻ ഇരിക്കണ്ട്. ഇത് ഹക്കാന്ന് എനിക്ക് 100% ഉറപ്പാണ്. നീ എന്തെങ്കിലും സംശയമുള്ള അടുത്ത് പോയിട്ട് ഡിബേറ്റ് ചെയ്തോ, എന്റെ അടുത്ത് ഡിബേറ്റ് ചെയ്യാൻ വരണ്ട. ഇമാമിന്റെ മറുപടിയാണത്. നമുക്കെന്താ തോന്നുക, മൂപ്പർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു, വർത്താനം പറയാൻ നിൽക്കുന്നില്ല. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനും പിന്നെ സുമ്മ ഹദാ, സൃഷ്ടിക്കുക മാത്രമല്ല ഓരോന്നിനും എങ്ങനെയാണ് നിങ്ങളുടെ ദുനിയാവിലുള്ള ജീവിതമെന്ന് പഠിപ്പിക്കുകയും ചെയ്തവൻ. ഉറുമ്പിന് അതിന്റെ ലോകം കൊടുത്തു, കൊതുകിന് അതിന്റെ ലോകം കൊടുത്തു, മനുഷ്യന് അതിന്റെ ലോകം കൊടുത്തു, വന്യമൃഗങ്ങൾക്ക് അതിന്റെ ലോകം, അതിന്റെ സ്വഭാവം, അതിന്റെ രീതികൾ, ഇതെല്ലാം ആരാ പഠിപ്പിച്ചു കൊടുത്ത്? പൂച്ച കാഷ്ടിച്ചാൽ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് മണപ്പിച്ചു നോക്കും. വൃത്തിയുള്ള സ്ഥലത്ത് പൂച്ച കാഷ്ടിക്കൂല, ഫസ്റ്റ് മണപ്പിക്കും. അത് മോശം സ്ഥലമാണ്, ഈ പരിപാടിക്ക് പറ്റിയ സ്ഥലം കാണുമ്പോൾ അവിടെ മാന്തും. കാര്യം സാധിച്ചാലോ മൂടിയിട്ട് പിന്നെ എന്ത് ചെയ്യും? മണപ്പിച്ചു വെക്കും. ശരിക്കും മൂടിയോന്നറിയാൻ, മണം പുറത്ത് വരുന്നുണ്ടോ, മൂടി വെച്ചിട്ട് അത് പോകും. എവിടുന്നാ പഠിച്ചിരുന്നത്? പൂച്ചക്കുഞ്ഞി അങ്ങനെ തന്നെ ആക്കല്. ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചത്? ചെറിയ പൂച്ചക്കുഞ്ഞി, പ്രസവിച്ചുടലുള്ള പൂച്ചക്കുഞ്ഞി, അമ്മ ചത്തുപോയി, നമ്മളെടുത്തിട്ട് പോറ്റിയൊക്കെ വീട്ടിൽ നമ്മൾ പാല് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ അതിനെ മണ്ണ് കൊണ്ടുവച്ചു മൂത്രയിക്കാൻ അല്ലെങ്കിൽ കാഷ്ടിക്കാൻ. അതങ്ങനെ ചെയ്യുള്ളൂ. നമ്മളെടുത്തുനിന്ന് പഠിച്ചിട്ട് പോയൊന്നല്ലോ. അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു ഫഹദ, അല്ലാഹു സൃഷ്ടിപ്പും ചെയ്തു, എന്നിട്ട് ആ സൃഷ്ടികൾക്കുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി, എങ്ങനെയാവണം, എന്താവണമെല്ലാം. അവനാണ് നമ്മൾ പറയുന്ന റബ്ബ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൈമൽ എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങൾ ആ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവ് എന്തെങ്കിലും ഉണ്ടോ? ആ തെളിവ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനാണ് ഈ 2 കാര്യങ്ങൾ. ഒന്ന് വടിയെ പാമ്പാക്കിയതും അതേപോലെ കൈ പ്രകാശിപ്പിച്ചതുമായ മുഅ്ജിസത്ത് ഫിർഔന്റെ കൊട്ടാരത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുന്നു.
വടിയ പാമ്പാപ്പി കാണിച്ചതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞു തന്നത് അതിനേക്കാളും വലിയ പാടാണ്. ആ കഥ അള്ളാഹു പറയുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിന്റെ കൈമേൽ എന്താണ് എന്ന് ചോദിച്ചപ്പം അത് വടിയാന്ന് പറയുകയും അന്നേരം ആ വടി താഴെ ഇടാൻ പറഞ്ഞപ്പം ആ വടി പാമ്പായി മാറിയതും പാമ്പിനെ കണ്ടിച്ച് മൂസ നബി പേടിച്ചതും പിന്നെ ആ പാമ്പിനെ പിടിക്കാൻ പറഞ്ഞതും പിടിച്ചപ്പം വടിയായതും. അതിനെന്താ മനസ്സിലാക്കാനുള്ളത്? അള്ളാഹുവിന്റെ മിൽക്കിയത്താണ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മാലിക് ഈ ദുനിയാവിന്റെ അള്ളാഹു മാത്രമാണ്. കാരണം മാലിക് എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടിയെ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്യാൻ ആർക്ക് സാധിക്കുമോ അവൻ മാത്രമാണ് മാലിക്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈമേലുള്ള വടി മൂസ നബിക്ക് ഉപകാരങ്ങൾ ഒരുപാടുള്ള, അദ്ദേഹം അതിനെ ആശ്രയിക്കുന്ന, കൽബിലെ ആ വടി കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് മനുഷ്യർക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ അതിന്റെ മാലിക്കായ റബ്ബ് തീരുമാനിക്കണം, അപ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് ആ വടി താഴെ ഇടാൻ പറഞ്ഞു. വടി താഴെ ഇട്ടു. പാമ്പായി. പാമ്പിനെ കണ്ടപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടി. എന്തുകൊണ്ടാ? മൂസ നബിക്ക് ഒരുപാട് മൈലില്ല, മൂസ നബി ആക്കിയതല്ല. അങ്ങനെ ആവുന്നു മൂസ നബിക്ക് അറിയൂല. മുഅ്ജിസത്ത് പ്രവാചകന്മാരുടെ സ്വയം കഴിവും അല്ല. അവര് വിചാരിച്ചാൽ അവർക്ക് അങ്ങനെ ആക്കാനും സാധിക്കൂല. അള്ളാഹു വിചാരിക്കുന്ന സമയത്ത് അവരിൽ അള്ളാഹ് പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഖുദ്റത്താണ് മുഅ്ജിസ, പ്രവാചകന്റെ ഖുദ്റത്തല്ല. കറാമത്തും അങ്ങനെ തന്നെ. മൂസ നബി വിചാരിക്കുമ്പം എന്താവൂല, അത് നടക്കൂല. അത് പിന്നീട് അങ്ങോട്ടുള്ള സംഭവങ്ങളിലെല്ലാം കാണാം. ഫിർഔന്റെ കൊട്ടാരത്തില് ഫിർഔന് സാഹിര്യങ്ങൾ വിളിച്ചുകൂട്ടി. فألقوا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. അപ്പൊ ആളുകളുടെ കണ്ണിൽ ഇവര് കൊണ്ടുവന്ന വടിക്കഷ്ണങ്ങളും അതേപോലെ കയറിന്റെ കഷ്ണങ്ങളും ഒക്കെ പാമ്പായിട്ട് ഇങ്ങനെ രൂപം അവർക്കിങ്ങനെ തോന്നുകയാണ്. അവരുടെ മാരണം സിഹിർ കാരണത്താൽ. മൂസ നബിക്ക് പേടിയായി. ഇത്രയും പാമ്പുകളെ മുമ്പ് കണ്ടപ്പോ മൂസ നബി മാനസികമായി പേടിച്ചു. അപ്പൊ അന്ന് പറഞ്ഞു, മൂസ കൈമലാ വടിയില്ലേ അതിടൂ. അപ്പോഴാ ഇടുന്നത്. മൂസ നബിക്ക് സ്വയം ആ ഖുദ്റത്ത് പുറത്ത് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങിട്ടാ മതി. ഇല്ല, കഴിയില്ല. മുഅ്ജിസത്ത് അള്ളാഹു അവന്റെ ഖുദ്റത്ത് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഇഷ്ടപ്പെട്ട പ്രവാചകനിൽ പ്രകടിപ്പിക്കുന്നതിന്റെ പേരാണ് മുഅ്ജിസ. പേടിച്ചോടിയ മൂസനെ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഖുദ്ഹാ വലാ തഖഫ്, അതിനെ പേടിക്കണ്ട. പിടിച്ചു, മടിയായി. അള്ളാഹു പറഞ്ഞു, ഇതാണ് ഞാൻ. ഒരു വസ്തുവിൽ മനുഷ്യർക്ക് ഉപകാരമുണ്ടാക്കേണ്ടവൻ ഞാനാണ്, അതേ സാധനത്തിനെ ഉപദ്രവകാരിയാക്കുന്നവനും ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ വസ്തുവിനെയല്ല ആശ്രയിക്കേണ്ടത്, മറിച്ച് അതിനെ ഇത് രണ്ടുമാക്കുന്നവൻ ആരാണോ അവനെ വേണം ആശ്രയിക്കാൻ. എന്നിട്ട് അവനോട് പറയണം. അപ്പൊ ആ വസ്തുവിനെ അവൻ ഒന്നുകിൽ അനുകൂലമാക്കി തരും, അല്ലെങ്കിൽ പ്രതികൂലമാക്കും. അതേപോലെ അള്ളാഹു പറഞ്ഞു, ഉസ്ലുക് യദക ഫീ ജൈബിക തഖ്റുജു ബൈദാ. നിന്റെ കൈ നീ ഒന്ന് കീശയിലിട്ടിട്ട് എടുത്തു നോക്കുമ്പോൾ നല്ല വെള്ള നിറം. മൂസ നബി വെളുത്ത മനുഷ്യനല്ല, ഗോതമ്പിന്റെ നിറത്തിലുള്ള മനുഷ്യനാണ്. കൈ എടുത്തു നോക്കുമ്പോൾ കൈവെള്ള പ്രകാശിക്കുന്നു. ഫിർഔൻ മുഅ്ജിസത്ത് കണ്ടപ്പം ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ സിഹറും കൊണ്ട് വന്നിരിക്കുന്നു, നിങ്ങളെ പിഴപ്പിച്ച് കളയാൻ. അതുകൊണ്ട് ആരും പെട്ടുപോവണ്ട, ഇത് സിഹറാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ നിന്നിറങ്ങി ജനങ്ങൾക്കിടയിൽ ദഅവത്ത് തുടങ്ങി. ആളുകൾ വരാൻ തുടങ്ങി. ബനൂ ഇസ്രായേൽ തൗഹീദ് മനസ്സിലാക്കാൻ തുടങ്ങി. ഫിർഔന് വിഷയം അറിഞ്ഞ് ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. ഞാൻ ചുരുക്കി പറയാൻ, അതായത് ആൾക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് സംവാദം നടത്തുക. അതിനുവേണ്ടി രാജ്യത്തിന്റെ 4 ഭാഗത്തു നിന്നും അഗ്രഗണ്യന്മാരായ സാഹിര്യങ്ങളെ ഫിർഔൻ വിളിച്ചു വരുത്തി. അപ്പൊ അവര് വന്നിട്ട് ഫിർഔനോട് ചോദിച്ചു, നമ്മൾ മത്സരത്തിന് തയ്യാറാണ്, പക്ഷെ നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമ്മളെ കൂലി എന്തായിരിക്കും? ഫിർഔൻ ആരാ? റബ്ബ് എന്ന് പറയുന്നവനല്ലേ. അപ്പൊ ഓൻ പറയാണ്, നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ എന്റെ മുഖറബീങ്ങളിൽ പെടും. നമ്മളെ സാധാരണ മുഖറബീങ്ങൾ എന്നൊക്കെ പറയാ, അള്ളാഹുമായിട്ട് ഏറ്റവും നല്ല അടുത്തമുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ് മുഖറബീങ്ങൾ. ഇവൻ അങ്ങനെ ആക്കാണ് ഇവനെ. ഏത്? നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതിൽ പെടും?
എന്റെ ഏറ്റവും നല്ല അടുത്ത അടിമകളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും. അവർക്കത് സന്തോഷമായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്തുണ്ട്, ഫിർഔൻ വിളിച്ചു വരുത്തിയ അഗ്രഗണ്യന്മാരായ സാഹിര്യങ്ങള് മറുഭാഗത്തുണ്ട്. അന്ന് ജനങ്ങൾ എന്തോ ഒരു ഉത്സവം കൊണ്ടാടുന്ന ആഘോഷത്തിന്റെ ദിവസത്തിലാണ് പരിപാടി വെച്ചിട്ടുള്ളത്. നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദഅവത്ത് ചെയ്യാനുള്ള നല്ലൊരു അവസരം അല്ലാഹു ഒരുക്കി കൊടുക്കുകയാണ്. എല്ലാരെയും ഒറ്റ സ്ഥലത്ത് കിട്ടി, നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും. മൂസ ചോദിച്ചു, നിങ്ങൾ ഇടുന്നോ അതല്ല ഞാൻ ഇടണോ ആദ്യം? കാരണം അവരുടെ മത്സരം എന്ന് പറഞ്ഞാൽ എന്താ, ഈ സാധനമാണ്, ഈ മോചിതത്തെ കാണിക്കലാണ്. അപ്പം അവര് പറഞ്ഞു, ശരി നമ്മളിടാം. നമ്മളെന്താ പറയാ ഒരു കാര്യം ചെയ്യുമ്പോ ബിസ്മില്ലാ എന്നല്ലേ അവര് പറഞ്ഞത്? ബിഇസ്സത്തി ഫിർഔൻ, ഫിർഔന്റെ നാമത്തിൽ നമ്മൾ ഇതാ ഇടുന്നു. ഇട്ടു. ഭയങ്കരമായ പാമ്പുകൾ. فأوجس في نفسه خيفة موسى. ഇത് കണ്ടപ്പോ മൂസനബിന്റെ മനസ്സിൽ ചെറിയൊരു പേടിയായി. ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. മൂസ പേടിക്കരുത്, നീ തന്നെയാണ് ഉന്നതൻ, നിന്നെ തോൽപ്പിക്കാൻ ഇവർക്ക് പറ്റൂല. وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى. മൂസ നിന്റെ കൈമേലുള്ള വടി താഴെ ഇട്ടോളിൻ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇത് സിഹറാണ്, സാഹിർ ഒരിക്കലും എവിടെയും വിജയിക്കൂല. സാധാരണ സിഹർ ബാധിച്ച ആൾക്കാർക്ക് റുഖ്യ ചെയ്യുമ്പം അത് ചെയ്യുന്ന ആൾക്കാർ ഓതുന്ന ആയത്താണ് ഈ ആയത്ത്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. എവിടെയാണെങ്കിലും സാഹിർ വിജയിക്കില്ല. കാരണം അള്ളാന്റെ ഇതിനില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. പറയിട്ടു. അള്ളാഹു പറഞ്ഞു, അവരൊക്കെ ഇട്ട പാമ്പിനേക്കാളും വലിയ പാമ്പായി ആ വടി രൂപപ്പെട്ടു. അത് അവിടെ കിടക്കുന്ന പാമ്പായിട്ട് അവർക്ക് തോന്നിയതിനെ എല്ലാം പിടിച്ചു വിഴുങ്ങുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഒന്നുമില്ല. ഈ സാഹചര്യങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിനെ തിരിച്ചെടുക്കണം. എന്നാൽ അവർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇവര് താഴെ ഇട്ട് ഇത് പാമ്പാണ് എന്ന് തോന്നിപ്പിച്ചു. ഇനി തിരിച്ചെടുത്ത് പാമ്പല്ല ഇത് വടിയാണ് എന്ന് കാണിച്ചാലേ ജനങ്ങൾ കൈയടിക്കുള്ളൂ. പക്ഷെ തിരിച്ചെടുക്കാൻ സാധനമില്ല, ഇത് വന്നിട്ട് വിഴുങ്ങി. സാഹചര്യങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. കാരണം ഇവരിട്ട ഈ സാധനത്തിന് വിഴുങ്ങാൻ പറ്റൂല. എന്താ കാര്യം? അതൊരു തോന്നലാണ്, സിഹറാണ്. അത് പാമ്പല്ല. ആളുകളുടെ കണ്ണില് അത് പാമ്പായിട്ട് തോന്നിപ്പിക്കുന്ന മാരണവിദ്യക്കാരാണ് ഇവര്. ബ്ലാക്ക് മാജിക്കിന്റെ ആൾക്കാരാണ്. പക്ഷെ മൂസ നബിന്റെ പാമ്പ് ഇതിനെല്ലാം കൂടി വിഴുങ്ങിയപ്പോ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അവര് പറഞ്ഞു, ആമന്നാ ബി റബ്ബി മൂസ. ഇനി നമുക്കൊന്നും നോക്കാനൊന്നുമില്ല, നമ്മുടെ ഇതാ മൂസാന്റെ റബ്ബില് വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔന് ദേഷ്യം പിടിച്ചു. ഫിർഔൻ ചോദിച്ചെന്താ അറിയോ? എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്, എന്റെ അനുവാദം നിങ്ങൾക്ക് വേണ്ടേ? അതെങ്ങനെ? നിങ്ങളുടെ കൈകാലുകൾ വിപരീത ദിശയിൽ ഞാൻ വെട്ടിക്കളയും. വലത്തെ കൈയും ഇടത്തെ കാലും. പിന്നെ അനങ്ങാൻ കഴിയില്ല. കഴിഞ്ഞു. ആ സമയത്ത് അന്നേരം ഈമാൻ ഉൾക്കൊണ്ട ആ മുഅ്മിനീങ്ങളായ ആളുകൾ പറഞ്ഞു, ഈ സാഹചര്യങ്ങള് നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ച് ചെയ്തോളൂ. നിനക്ക് ഈ ദുനിയാവിൽ മാത്രമേ എന്തെങ്കിലും വിധി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആഖിറത്തിൽ കാണാം. അവിടെ എന്റെ പരിപാടി ഒന്നും നടക്കില്ലല്ലോ. എന്ത് വേണമെങ്കിലും തീരുമാനിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, രാവിലെ അവർ സാഹിരീങ്ങളും കാഫിരീങ്ങളുമായിട്ട് വന്നു. വൈകുന്നേരം അവർ മുഅ്മിനീങ്ങളുമായി ശുഹദാക്കളുമായിട്ട് തിരിച്ചുപോയി. ഒറ്റ ദിവസം കൊണ്ട് ആകെ മാറി പറഞ്ഞു. ഇവർ രാവിലെ സാഹിരീങ്ങളായി ഫിർഔന്റെ ആൾക്കാരായി ഫിർഔനെ വിശ്വസിച്ച് വരുമ്പം പച്ച കാഫിരീങ്ങൾ, നരകത്തിന്റെ തീക്കൊള്ളികൾ. പക്ഷെ വൈകുന്നേരം അവർ പോയത് മുഅ്മിനായിട്ടും ഷഹീദായിട്ടും. അല്ലാഹ് അത്രയേ ഉള്ളൂ. അതുകൊണ്ടല്ലോ ഒരാളെ പറ്റി നമ്മൾ എന്ത് ചെയ്യരുത്? വിലയിരുത്തരുത്. ഓൻ വരൂലപ്പ, ഓൻ നന്നാവൂലപ്പ, ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ലപ്പ. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നവനായിരിക്കാൻ ചിലപ്പം നാളെ നമ്മളെക്കാൾ വലിയ ദീനിന്റെ അഹ്ലുകാരനായിട്ട് ദുനിയാവിൽ കാണുക. ഒരാളെ പറ്റിയും അങ്ങനെ അനുമാനിക്കരുത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തായാലും ജയിച്ചു. ഫിർഔന്റെ കഥ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാനില്ല. പക്ഷെ അപ്പോഴും അവൻ ഇത് സിഹറാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട്
പഴയ പരിപാടി തന്നെ. അള്ളാഹു എന്താ ചെയ്തെന്നറിയോ? എല്ലാം കാണിച്ചു കൊടുത്തു, എല്ലാം മനസ്സിലാക്കി കൊടുത്തു. സാഹചര്യങ്ങൾ അവിടെ നിന്ന് മുസ്ലിമായതും അവരെല്ലാവരും കണ്ടു. എന്നിട്ടും ശരിയാകുന്നില്ല എന്ന് കണ്ടപ്പം അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ശിക്ഷാ നടപടി എന്ന പോലെ അവർക്ക് ചില പരീക്ഷണങ്ങൾ അള്ളാഹു ഏർപ്പാട് ചെയ്തു. അതിലൊന്ന് ക്ഷാമം, തിന്നാനില്ല. അതായത് നെല്ല് മുളക്കുന്നുണ്ട്, അത് എന്താണോ അവര് കൃഷി ചെയ്യുന്നത് അത് കൃത്യമായിട്ടും മുളച്ച് വലുതാകുന്നുണ്ട്, പഴങ്ങൾ വരുന്നില്ല. അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞു, അവർ ഞാൻ സമറാത്തുകളെ കൊണ്ട് പരീക്ഷിച്ചു, സമറാത്തുകളെ ഞാൻ നശിപ്പിച്ചു. തിന്നാനും കുടിക്കാനും ഒന്നുമില്ല, ആ വറ്റി വരണ്ട്. ജനങ്ങൾ ആരെ പ്രതീക്ഷിക്കുന്നുണ്ടാവുക? അന റബ്ബുക്കുമുൽ അഅല വഹാദിഹി അൻഹാറു തജ്രി മിൻ തഹ്തി എന്നല്ല പറഞ്ഞ ആളല്ലേ, അയാളാ കൊടുക്കേണ്ടത്. റബ്ബാണെങ്കിൽ കൊടുക്കണം. ഒന്നുമില്ല. ഗതിമുട്ടിയപ്പം ഫിർഔൻ മൂസ നബിയെ സമീപിച്ചു. മൂസ, നീ ഒന്ന് നിന്റെ റബ്ബിനോട് ദുആ ചെയ്യൂ. അതായത് ഉലമാക്കൾ പറഞ്ഞു, മൂസ നബിയുടെ കാലത്തുള്ള ഫിർഔൻ ഗതിമുട്ടിയപ്പോഴെങ്കിലും ആരെ വിളിച്ചു? അല്ലാതെ. ഇന്നത്തെ ഫിർഔന്മാര് അല്ലാതെ വിളിക്കുന്നേ ഇല്ല. ഗതിമുട്ടിയപ്പോ മൂസ ഒന്ന് ദുആ ചെയ്യിക്കാങ്ങി എന്നല്ല, ക്ഷാമം എല്ലാരും ചത്തൊടുങ്ങാൻ പോവാൻ. ലഇൻ കശഫ്ത അന്ന ദിജ്സ ലനുഅ്മിനന്ന ബിക വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ. നീ റബ്ബിനോട് പറ, നിന്റെ ദുആ കബൂൽ ചെയ്ത് നമ്മളെ ഈ ബുദ്ധിമുട്ട് മാറ്റി തന്നാൽ ലനുഅ്മിനന്ന ബിക, നമ്മളെല്ലാരും കൂടെ നിന്നെ വിശ്വസിക്കും, നിന്റെ കൂടെ ബനു ഇസ്രായേലിനെ വിട്ടുതരികയും ചെയ്യും. ആ അവസ്ഥയിലുള്ള പറച്ചിൽ ആരായാലും വിശ്വസിച്ചു പോലെ മുസ്ലിം ദുആ ചെയ്തു. അല്ലാഹു കബൂലാക്കി, എല്ലാം തിരിച്ചു കൊടുത്തു. ഫലമ്മ കശഫ്ന അൻഹും ദിജ്സ, അങ്ങനെ ഞാൻ അവർക്ക് ഈ ബുദ്ധിമുട്ടെല്ലാം മാറ്റിക്കൊടുത്ത് തിന്നാൻ കൊടുത്തപ്പം ഇവൻ നേരെ പിന്നെയും ഉൾട്ട, പിന്നെ അക്രമം, പിന്നെയും മൂസാ നബിക്കും ബനു ഇസ്രായേലിനും ഭയങ്കരമായ ശിക്ഷാ നടപടികൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമയോടെ തൗഹീദും പറഞ്ഞ് പ്രസംഗിച്ച് നാട്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. പരിധി വിട്ടപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത നടപടി സ്വീകരിച്ചു. ഫഅർസൽനാ അലൈഹിം അത്തൂഫാൻ. എന്തുകൊണ്ട് വന്നു? വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം കണ്ടില്ല നമ്മള്. പക്ഷെ ബനു ഇസ്രായേൽ അള്ളാഹു കൊണ്ടുവന്ന വെള്ളപ്പൊക്കം നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹു കാണുന്നൊരവസ്ഥ ഇല്ലാതാക്കട്ടെ. വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നൊരു അവസ്ഥ. പിന്നെന്തുകൊണ്ടൊന്നു? വൽ ജറാദ, വെട്ടുകിളി. സെക്കൻഡ് വെച്ചിട്ട് പച്ചാന്ന് പറയുന്നൊരു സാധനം ഭൂമിയിൽ കാണാൻ കഴിയില്ല. പച്ചാന്ന് പറയുന്ന ഒരു ഇല ഭൂമിയിൽ ഉണ്ടാവില്ല, ഏക്കത്തിന് നശിപ്പിക്കും. നമ്മുടെ അടുത്ത് സൂപ്പർ സോണിക് ഉണ്ട്, മറ്റേ ബോംബുണ്ട്, പിന്നെന്തുണ്ട്? ഏറ്റവും വലിയ ബോംബ് ഏതാ? ആറ്റം ബോംബ്. അതുണ്ട്, അത് 10 എണ്ണം ഉണ്ട്, മറ്റേത് 50 എണ്ണം ഉണ്ട്, മറ്റേ മിസൈൽ ഇത്രയുണ്ട്. പക്ഷെ അള്ളാഹു എന്തിനാ അയച്ചെന്നറിയോ? ജറാദിനെ. ഇത്രയുണ്ടാവും, മക്കത്ത് പോയാൽ കാണാം. അറബികള് പൊരിച്ചിട്ടടിക്കും. അത് തിന്നൽ ജായിസുമാണ്, മീൻ പോലെ. അത് ചത്താലും പിടിച്ചു തിന്നാം. ഹറമിൽ നമ്മൾ നടക്കുമ്പം മാറപ്പിള്ളൊക്കെ ചത്തിട്ട് കിടക്കുന്ന കാണാം. മാർക്കറ്റിൽ പോയാലും മക്കത്ത് വലയിൽ ജീവനോടെ അതിനെ വെക്കുന്ന കാണാം. അത് തിന്നാം. പക്ഷെ ആ സാധനം ഒരു കാലത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ ഉപദ്രവിച്ച ഫിർഔനെതിരെ അള്ളാഹു അയച്ച അവന്റെ പട്ടാളാണ് ജറാദ്. ഒരു അസാബായിട്ട് ജറാദിനെ അള്ളാഹു പറയണമെങ്കിൽ അന്ന് വന്ന ജറാദ് എന്തായിരിക്കും? കാരണം അന്നത്തെ മനുഷ്യന്മാരെ പോലെ നമ്മളെ ഇതല്ല. ഒരു ഉറുമാമ്പഴം 10 ആള് വേണം പൊക്കാൻ, അത്ര വലുപ്പമുണ്ട്. മനുഷ്യന്മാർ അത്രയും വലിയ മനുഷ്യന്മാരല്ലേ? നമ്മളെ ഉമ്മത്തല്ലേ ചെറിയ മനുഷ്യന്മാര്. വൽ ജറാദ് വൽ ഖുമ്മൽ. എന്താണ്? പേൻ. പേൻ തലയിലും മുടിയിലും രോമങ്ങളുടെ അടുത്തെല്ലാം പേൻ. ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അപ്പോഴും പോകും, മുസ ഒന്ന് പറ, മുസ ഇതൊന്ന് മാറ്റിത്തരാം, ഞാൻ വിശ്വസിച്ചോളാം, ബനൂ ഇസ്രായേലിനെ വിട്ടുതരാം. മുസ്ലിം ദുആ ചെയ്യും, ഒന്ന് തിരിച്ചു കൊടുക്കും. തവളകൾ. തവള ഇറങ്ങിയെന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിൻ്റെ ഉള്ളിലും പാത്രത്തിലും വെള്ളത്തിലും ഫുഡിലും
ഡ്രസ്സിലും ഉള്ളിടത്ത് മൊത്തം തവളകൾ. തവള മനുഷ്യന്മാർക്ക് ഒരു അറുപ്പുള്ള ജീവിയല്ല ഈ സാധനം. ഇപ്പൊ തവളയൊന്നും കാണുന്നേ ഇല്ല. പണ്ടെല്ലാം മഴക്കാലത്ത് ഇഷ്ടംപോലെ തവളകളുണ്ട്. ഒരു മണവാട്ടി തവളയുണ്ട്, പുറത്തൊരു ചോന്ന വരയുള്ളൊരു തവളയുണ്ട്. മഴക്കാലത്ത് അത് ശബ്ദം ഉണ്ടാക്കുമ്പോ ഇപ്പൊ മഴ പെയ്യുന്ന പറയല്. അള്ളാഹു ഒരു കാലത്തെ അദാബായിട്ട് ഇറക്കിയ സാധനം അത്. രക്തം, വെള്ളത്തിന് പകരം ഫുള്ള് ചോര. കുടിക്കാനും കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം ദുനിയാവിൽ വന്നിട്ടുണ്ട് എന്നാ എന്താ പറയുന്നത്. കൂടുതൽ കളിച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് വിട്ടാ മതി, വിവരം അറിയൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും വരാതെ നിങ്ങൾ ഇത്ര വല്ല കളി കളിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തത് കാണുമ്പം ഇതൊന്നും ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചു പോണ്ട. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, അല്ലാഹു അശ്രദ്ധനാണ് എന്നൊന്നും വിചാരിച്ചു പോവണ്ട. ഇന്നമാ നഉദ്ദുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ മഞ്ഞളിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, യൗമുൽ ഖിയാമ. അന്നത്തേക്ക് മാറ്റിവെച്ചതാണ്. ആയാത്തിൻ മുഫസ്സലാത്ത്, തുടരെ പലതും ഫറവക്കും ആളുകൾക്കും കൊടുത്തു. ഓരോന്ന് വരുമ്പോ മാറും, പക്ഷെ തീരുമ്പം പിന്നെയും തിരിച്ചു ഉൾട്ട. ഒരു ദിവസം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. സഹി കെട്ടപ്പോ, അല്ലാഹുവേ എനക്കൊന്നുമില്ല, ഞാൻ ഇങ്ങനെ കറങ്ങ് നിന്റെ തൗഹീദും പ്രസംഗിച്ച് നിന്നെയും പറ്റി പറഞ്ഞ് ഈ ബനൂ ഇസ്രായേലിനെ സംരക്ഷിക്കാനായി ഫിറൗന്റെ ആട്ടും തുപ്പും അടിയും ഇടിയും കൊല്ലലും തെറിവിടിയും ഇതും ദുനിയാവാണെങ്കിൽ കൈവനൊന്നുമില്ല. അതെല്ലാ കാലത്തും ഹക്കിന്റെ അഹൽക്കാരെ കൈവന് ദുനിയാവ് ഉണ്ടായില്ല. ഇവന്റെ കൈവനാണെങ്കിലോ നീ എല്ലാം കൊടുത്തിട്ടുണ്ട്. റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം, നീ അവരെ സമ്പത്ത് നശിപ്പിക്കണം, നീ അവരുടെ മനസ്സിന്റെ സ്വസ്ഥതയെ ഇല്ലാണ്ടാക്കണം. ഫലാ യുഅ്മിനു ഹത്താ യറബുൽ അദാബൽ അലീം, വേദനയുള്ള ശിക്ഷ കാണുമ്പോൾ ഇവരൊന്നും നന്നാവൂല. സഹികെട്ടിട്ട് അള്ളാനോട് അള്ളാന്റെ ശിക്ഷകളെ പറ്റിയാ മുസ്ലിം പറയുന്നത്. അത്രത്തോളം കഷ്ടപ്പെട്ട് നിർത്തും. അല്ലാഹു പറഞ്ഞു, മൂസ ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ, രണ്ടാളെ എന്തുവാ ഞാൻ കബൂലാക്കിയിട്ടുണ്ട്, ഞാൻ കൈകാര്യം ചെയ്യാൻ പോവാണ്. പക്ഷെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് വരെ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. എന്റെ തീരുമാനം അവർക്കെതിരെ വരും, പക്ഷെ എന്നോട് ദുആ ചെയ്ത് നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഇസ്തിഖാമത്തിലായിരിക്കണം. കുരുത്തക്കേട് നിങ്ങൾ കാണിക്കരുത്. അള്ളാഹുവിന്റെ ദുആ കബൂൽ ചെയ്തു. എപ്പോഴാ തീരുമാനം, എന്താ തീരുമാനം, ഒന്നും മുസ്ലിമിക്ക് അറിയില്ല. ഒരു ദിവസം ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മൂസ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, അൻ അസ്രി ബിഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് മൂസ നീ രാത്രിക്ക് രാത്രി ഫലസ്തീനിലേക്ക് വിട്ടോളി. ആരും അറിയണ്ട, ആരെയും അറിയിക്കണ്ട, രാത്രി വേണം നിങ്ങളുടെ നാട്ടിൽ നിന്നും ഇറങ്ങാൻ. മൂസ നബി ബനൂ ഇസ്രായേലിനെ വിവരം ധരിപ്പിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാൽ കഥകൾ കൈമാറി. ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞു. രാത്രി എല്ലാവരും ഉറങ്ങി എന്ന് കണ്ടപ്പം പരിവാര സമേതം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനെ കൊണ്ട് രാത്രിയിൽ ഫലസ്തീൻ ലക്ഷ്യമാക്കി ഇറങ്ങി. 12 ഗോത്രങ്ങൾ. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ 12 മക്കളിലൂടെയുള്ള 12 ഗോത്രങ്ങളുമായി യാത്ര തുടങ്ങി. നേരം പുലർന്നപ്പം പണിക്കാരും കാണുന്നില്ല. വയലിൽ പണിക്കാരില്ല, കൊട്ടാരത്തിൽ പണിക്കാറില്ല, പിന്നെ ആലകളിൽ പണിക്കാറില്ല, ഒട്ടകത്തെ നോക്കാൻ ആളില്ല, കുതിരനെ നോക്കാൻ ആളില്ല. പട്ടാളക്കാർ പോയിട്ട് പറഞ്ഞു രാജാവിനോട്, ആരെയും കാണുന്നില്ല. നോക്കി അന്വേഷിച്ചു നോക്കുമ്പോക്ക് ഒറ്റ പൊടി കുഞ്ഞു ബാക്കിയില്ല. ബനൂ ഇസ്രായേൽ ആരും കിബിത്തികൾ മാത്രം മിസ്രിൽ ബാക്കി. പിന്നെ ഒരു സംഭവം മനസ്സിലായി. ഏകദേശം ഒരു ഇഷറാഖിന്റെ ടൈമായപ്പം ഫിറഔനും പട്ടാളക്കാരും മുസ്ലിമിന്റെ പിറകിൽ യാത്രയായി. ഇന്ന സ്ഥലത്ത് ഇവർ സമ്മേളിക്കണം, ഇവർ പരസ്പരം കണ്ടുമുട്ടണം എന്ന അല്ലാഹുവിന് തീരുമാനമുണ്ട്. മുസ്ലിം നേരത്തെ പുറപ്പെട്ടു. ഇഷറാഖിന്റെ ടൈമിലാകുമ്പോഴേക്കും മുസ്ലിം ആ സ്ഥലത്തെത്തും. അതിന് മുമ്പേ ഫിറഔനും പട്ടാൾക്കാരും ഇറങ്ങിയെങ്കിലോ മൂസനബി അവിടെ എത്തുന്നതിന് മുമ്പ് വഴിക്ക് വെച്ചിട്ട് പിടിക്കും. പക്ഷെ അങ്ങനെ പിടിച്ചുകൂടാ, കാരണം അള്ളാഹ് എന്തുണ്ട്, അതിന്റെ ബാക്കിൽ വേറെ പ്ലാൻ ഉണ്ട്. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ബനൂ ഇസ്രായേലും പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാൻ, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പോവാൻ.
ബാക്കിൽ ഫിറഔനും പട്ടാളക്കാരും ഈ പോകുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്നാ മോളിലോണോ മേലെ ഉൾട്ട തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നേരം വിളിച്ച് നോക്കുമ്പോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത കാണുന്ന മുമ്പിൽ കടല്. ഇനി അങ്ങോട്ട് വഴിയില്ല, പോവാൻ ഒരു വഴിയുമില്ല. ബാക്കിൽ നിന്ന് ഫിറഔന്റെയും പട്ടാളക്കാരുടെയും ഈ വരവിന്റെ ഇരമ്പൽ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അവൻ കൂടെയുള്ള പട്ടാളക്കാരെ മുഴുവനും കൂട്ടിയിട്ടാ പോയത്, ഒരാള് ബാക്കിയാവാതെ. അള്ളാഹു എല്ലാത്തിനെയും അവിടെ എത്തിച്ചു എന്ന് വേണം പറയാൻ. ഫലമ്മ തറാഅൽ ജംആൻ, രണ്ട് കൂട്ടക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി. ഖാല അസ്ഹാബു മൂസ, അപ്പൊ മൂസ നബിന്റെ ആൾക്കാർ പറയാൻ തുടങ്ങി, യാ മൂസ ഇന്നാ ലമുദ്റഖൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടു, രക്ഷയില്ല. നിന്റെ പരം മിസ്റിൽ നിന്റെ പരം കൂടിയപ്പോഴും പ്രശ്നം തന്നെ. പിന്നെ ആടുന്ന് രാത്രിക്ക് രാത്രി ഓടിച്ച് നീ വന്നു, അപ്പൊ ഇങ്ങനെ രക്ഷപ്പെടുന്നു വിചാരിച്ചതാ, പിടിച്ചു, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. പിന്നെ എന്തിനാ നമ്മളെ കൊണ്ടുവന്നത്? മൂസ നബിക്ക് നിരാശയില്ല. നേരത്തെ പറഞ്ഞില്ലേ, മൂസ നബിക്ക് നിരാശയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുലുങ്ങുന്നില്ല. യൂശ നബി കൂടെയുണ്ട്, യൂശ ഉണ്ട്, ഹാറൂനുണ്ട്. രണ്ടാൾക്കാരും ചോദിച്ചു, യാ മൂസ ഇന്നാ ലമുദ്റഖൂൻ, നിങ്ങളും അങ്ങനെ തന്നെയാ പറയുന്നത്? പിടിക്കപ്പെടൂല എന്നല്ല, ഒരു പ്രശ്നം ഉണ്ടാവുന്ന പരിപാടിയില്ല. കാരണം എന്നോട് ഇവരെയും കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞവൻ അള്ളാഹുവാണ്. അതിന്റെ പിറകിൽ എന്തെങ്കിലും ഒന്നില്ലാണ്ട് അള്ളാഹു എന്നോട് ആ കൽപ്പന തരൂല. ആ യഖീനിലാണ് മൂസ അലൈഹിസ്സലാം. നമുക്കില്ലാത്തത് ആ യഖീനാണ്. നമുക്ക് ആ യഖീൻ നഷ്ടപ്പെട്ടപ്പോഴാണ് എല്ലാം കൂടി തലേ കയറി ടെൻഷനായി പിരാന്തായി കൂടി അൽക്കുൽത്താന്നത്. അങ്ങനെ സംഭവിക്കൂല. അതെങ്ങനെയാ മൂസ നീ എങ്ങനെ പറയാ? നീ നോക്ക്, കടലിൽ ഇതെന്താ ചെയ്യും? ബാക്കിലാണെങ്കിൽ വരുന്നത് ഫിറഔനും പട്ടാളക്കാരും മുഴുവനും ഉണ്ട്. നീ ഇങ്ങനെ ഒന്നും പറ്റൂല എന്ന് പറയുന്നു. ഇന്ന മഅയ റബ്ബി സയഹ്ദി, ഞാൻ പറയാൻ കാരണം എന്റെ റബ്ബ് എന്റെ പേരുണ്ട്. ഇതായിരുന്നു അള്ളാഹുവിന് കേൾക്കേണ്ടത്. ഇതായിരുന്നു അള്ളാഹുവിന് മൂസ നബിയിൽ നിന്ന് കേൾക്കേണ്ടത്. കാരണം എന്താ അറിയോ? കൈമെന്തുണ്ട്, വടിയുണ്ട്. ഇതിനു മുമ്പ് ആ വടിനെ കൊണ്ടുള്ള ഉപകാരം മൂസ നബിക്ക് നേരെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യം കൊടുത്ത പാഠപ്രകാരം കൽബിലേക്ക് ആ വടി കയറിയിട്ടില്ല. നമ്മളെന്താ പക്ഷെ തീരുമാനിക്കാം? എന്തുമായി പേടിക്കുന്നു? നമുക്ക് ഇതില്ലേ? അല്ലെങ്കിൽ അമ്മ വിളിച്ചിട്ടുണ്ട്, സംവിധാനമൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. മുസ്ലിമിന്റെ കൈമൽ ആ സാധനം ഉണ്ട്. ബനൂ ഇസ്രായേലിനും അതറിയാം. അവരൊക്കെ നേരെ കണ്ടതാണ് അതിന്റെ അത്ഭുതം. പക്ഷെ അപ്പോഴും മൂസനബിന്റെ നാവെന്ന് വന്നത് ഇന്ന മഅയ അസായ എന്നല്ല. ഒന്ന് പേടിക്കണ്ടോ, ഈ വടിയില്ലേ, അമ്പ പെരട്ട്, നമുക്ക് എന്തെങ്കിലും ആക്കാം. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ റബ്ബുണ്ട്, സയഹ്ദീൻ, ഒരു വഴി എന്തായാലും കാണിച്ചു തരും. അതൊരു ആശ്വാസവാക്കാണ്. എന്ത് ജീവിതത്തിൽ വന്നാലും അതിന്റെ അപ്പുറത്തൊരു മറുപുറം ഉണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഒരു കയറ്റത്തിന് ഇറക്കുണ്ട്. ഇത് കേട്ട ഉടനെ അത് അള്ളാഹ്ക്കത് കേട്ടാ മതി. ഈ അവസ്ഥയിൽ മൂസ ഇതിനെ ആശ്രയിക്കോ അല്ല എന്നെ ആശ്രയിക്കോ? അള്ളാഹനെ തന്നെ വിളിച്ചു. ഫഔഹൈനാ ഇലാ മൂസ, അപ്പൊ തന്നെ നാം മൂസക്ക് വഹി അറിയിച്ചു, ഒന്നും ചെയ്യാനൊന്നുമില്ല, കൈമേലുള്ള വടി കൊണ്ട് കടലിലൊന്ന് അടിച്ചാൽ മതി. അടിച്ചു. ഫൻഫലഖ്, കടലങ്ങ തന്നെ മാറാൻ തുടങ്ങി. കാരണം കടലിന്റെ ഉടമസ്ഥനാരാ? അല്ലാഹുവാണ്. കടൽ ചലിക്കുന്നത് അവന്റെ കൽപ്പന പ്രകാരമാണ്. കടലതിന്റെ തിരമാലകളെ കൊണ്ടുവരുന്നത് അള്ള കൊടുത്ത കണക്കനുസരിച്ചാണ്. ഒരു ദിവസം ആ കണക്ക് റബ്ബ് പിൻവലിക്കും, അങ്ങ് തന്നെ വന്ന് കയറും. വൈദൽ ബിഹാറു ഫുജ്ജിറത്, ഇപ്പൊ ഒരു പരിധി അള്ള കൊടുത്തിട്ടുണ്ട്. ഇടക്കിടക്കൊന്ന് കേറിയിട്ട് അള്ളാഹു കാണിക്കും, ഇതാ ഇങ്ങനെയാ കേറാൻ പോന്ന്. പക്ഷെ കേറിയ 2 ദിവസം ന്യൂസ് പേപ്പറിലും ടിവിയിലും മൊബൈലിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞാൽ എന്ത് കടലുമായി. കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കടൽ കയറി വന്നിട്ട് അവനെ കൊണ്ടുപോയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോ അതേ സ്ഥലത്തിരുന്നിട്ട് കള്ളും കുടിച്ചിട്ട് സുനാമി കൊണ്ടുവന്ന കാഴ്ചകൾ കാണുകയാണ്. അവിടെ തന്നെ കള്ളു കുടിച്ചിട്ട് വിട്ടുവീഴാൻ തുടങ്ങി. അതായത് അപ്പുറത്തെ അറ്റത്തെത്തണം, കടലിലൂടെ അടുത്ത കരയിലെത്തണം. അതുവരെ കടല് എത്ര? 12 ഭിത്തികൾ. കാരണം 12 ഗോത്രങ്ങളുണ്ട്.
കടലിലെ വെള്ളം 12 മതിലുകളായി സ്റ്റക്കായി, അനങ്ങുന്നില്ല. അല്ലാഹു പറയാണ്, ഞാൻ എന്താക്കി കൊടുത്തെന്നറിയോ? കടലിന്റെ അടിയിലുള്ള പ്രതലം ഭൂമി കട്ടിയാക്കി കൊടുത്തു. ചെളിയല്ലേ, ഇവർക്ക് നടക്കാൻ കഴിയില്ല, കാല് ചളിയിൽ പൂണ്ടുപോകും, ചിലപ്പോൾ വീണുപോകും. ഇവരെത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അപ്പുറത്തെത്തണം. അതുകൊണ്ട് ഞാൻ ഉണക്കി കൊടുത്തു, ഇതേപോലെയാക്കി കടലിന്റെ അടി. പിന്നെന്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അതുവരെ ആക്കി കൊടുത്ത റബ്ബ് നമ്മളെ കൈമേൽ ഉണ്ടായിട്ടും പിന്നെയും നമുക്ക് ടെൻഷൻ. യഖീനില്ല, ഈമാന്റെ കുറവാണ്, ബലഹീനതയാണ്. 12 വഴിയുമാക്കി തറ ഉറപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, യാ അല്ലാഹ് നടന്നോളി. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഇവര് പോകുന്നില്ല, ബനൂ ഇസ്രായേൽ ആ സംഭവം പോകുന്നില്ല. എന്താ പോവാത്ത? രക്ഷപ്പെടണ്ടേ? അത് മറ്റ് ഗോത്രങ്ങളൊക്കെ അപ്പുറത്തെത്തുന്ന എന്താ ഉറപ്പ്? നമ്മൾ ഇതിലെ പോയാൽ കാണൂലല്ലോ, അവരപ്പുറത്തെ അവിടെ എത്തുന്ന എന്താ ഉറപ്പ്? ബനൂ ഇസ്രായേൽ അത്രയും കുരുത്തം കെട്ട ടീമായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 വക്ത് നിസ്കാരവുമായിട്ട് വന്നപ്പോ മൂസ നബി എന്ത് പറഞ്ഞ്? ഇവര് നിസ്കരിക്കും തോന്നില്ല, പോയിട്ട് കുറച്ചു നേരം പറ. കാരണം എന്താ അറിയോ? ഇങ്ങനത്തെ ഒരു ടീമിനെ മേച്ച് പരിചയമുള്ള ആളാണ്. ഞാൻ ദുബൈയിൽ പഠിക്കുമ്പോൾ നമ്മളൊരു പ്രിൻസിപ്പൽ ഉണ്ട്, സഈദ് ആദമി, സിംഹാണ്. നമ്മളതിനെ പുലി തന്നെ വിളിക്കല്. ഭയങ്കര താടി, മുഖത്ത്. പ്രിൻസിപ്പളാകുമ്പോൾ 10,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമല്ലേ, ഒരു വടിയും കുത്തിയിട്ടാ നടക്കുക. ആ കുത്തുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സൈലന്റ് ആവും. ഇപ്പൊ പള്ളിയിലേക്ക് മൂപ്പര് വന്നാൽ ഇഖാമത്ത് കൊടുക്കുക. മൂപ്പർ കയറി വരുന്നതിന്റെ സൈഡിലാണ് ഹിഫ്ദിന്റെ കുട്ടികൾ. ഹിഫ്ദ് കോളേജിലൊക്കെ പോയിട്ടുണ്ട് നിങ്ങള്? ശരി, പിന്നെ ആരോട് ഇത് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഏറ്റവും കുരുത്തം കെട്ട പിള്ളേർ ഹിഫ്ദ് ഓടിക്കുന്ന പിള്ളേരായിരിക്കും. ഒന്നാമത് ചെറുത് ചോട്ടാസായിരിക്കും, വേറും മതിൽമ കയറും, ജനൽമ കയറും, മുകളിൽ കയറും, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം വരുമ്പോ സൈഡിൽ ഇവരെ കാണും. ബനൂ ഇസ്രായേൽ ചുപ്പ് രഹോ, ഒരാൾ എന്ന് വിളിക്കുക. കാരണം അങ്ങനത്തെ കളിയാണ് ബനൂ ഇസ്രായേലിന്റെ കളി. അന്വേഷണം എന്ന് പറയുന്ന സാധനമില്ല. അപ്പൊ പറയാണ് മൂസ, എല്ലാ ഗോത്രങ്ങളും അപ്പുറത്തേക്ക് പോയി എന്നൊരു ഉറപ്പ് വരുത്തണ്ടേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് നടക്കണം. മൂസ നബി, അള്ളാഹു ഓരോ ഈ മതിൽ, വെള്ളത്തിന്റെ മതിലിലും ദ്വാരങ്ങൾ ഉണ്ടായി കൊടുത്തു. അങ്ങോട്ട് നടക്കുന്നത് പരസ്പരം കാണാൻ. എന്ത് കളിയാ ഇങ്ങനെ കളിക്കുന്നു? ഒന്ന് ഓർത്തു നോക്ക്, ഞാൻ എന്തൊക്കെയാ നിങ്ങൾക്ക് ചെയ്തെന്ന്. എന്നിട്ടും കുരുത്തക്കേട്. നടന്നു 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 അപ്പുറത്തെത്തി. ബാക്കിൽ ആര് വരുന്നു? മോദിജി. ജാഹിലാണ്, ഒന്നും അറിയില്ല, പാവം മന്ദബുദ്ധിയാണ്. വന്ന് നിൽക്കുമ്പോണ്ട് കടലില് 12 വഴി. അപ്പൊ നേരെ തിരിഞ്ഞ് കുതിരനെങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പണ്ടേ പറയലില്ലേ, ഇതെല്ലാം നമ്മളെ കീഴിലാ ഓടുന്നത്, കണ്ടില്ലേ? ഞാൻ വരുമ്പക്ക് വഴിയെല്ലാം തുറന്നു നിൽക്കുന്ന കണ്ടില്ലേ? നമുക്ക് വേണ്ടി വഴി ഒരുക്കിയതാണ്, വാ വന്നോളീൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഒരു താരീഖ് പറഞ്ഞു, ഇവന്റെ കുതിര മുന്നോട്ട് പോകുന്നില്ല. ഫിർഔന്റെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കുതിരപ്പുറത്ത് വന്ന് ഇതിന്റെ മുന്നിൽ നിന്നിട്ട് അതിനെ നടത്തി. കൂട്ടത്തോടെ വന്ന മൃഗങ്ങളല്ലേ, മുമ്പൊന്നും നടക്കുന്ന കണ്ടപ്പോ ബാക്കിലുള്ളതും അങ്ങനെ നടന്നു. എല്ലാരും കയറി, എല്ലാരും വന്നു, ഏകദേശം സെന്ററിലെത്തി. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും. വെള്ളം ഞാൻ അങ്ങനെ തന്നെ മൂടി. എന്താ ചെയ്യാ? കുളത്തിൽ നീന്തം പഠിച്ച്, ഇവിടെ നീന്തലൊക്കെ ഉണ്ടാ, മടിക്കേരി ഉണ്ടാവൂലേ? അപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളില്, റിസോർട്ടിന്റെ നാടിന് പിന്നെ ഇല്ലാണ്ടിരിക്കുമല്ലോ. ഒരു 1.5 ആൾ പൊക്കത്തിലേക്ക് നീന്തമറിയാത്ത ഒരാൾ വീണാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു 1.5 ആൾ പൊക്കത്തില്. ഇത് എവിടെയാ വീണിരിക്കുന്നത്? കടലിന്റെ ആകെ ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്ന ആഴം എത്ര കിലോമീറ്ററാ? 14 കിലോമീറ്ററാണ്. അതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്മാര് പോയിട്ടില്ല. പിന്നെ ഓനെ താഴ്ത്തിയത് അമ്മാതിരി 14 കിലോമീറ്റർ എന്ന് പറയുമ്പോ ആഴം എത്രയായി? ഇതുവരെ കണ്ടുപിടിച്ച ആളാ പറഞ്ഞത്.
ഫഗശിയഹും മിനൽ ലമ്മി, അങ്ങ തന്നെ മൂടി. അപ്പൊ ഉണ്ടാ ഒരുത്തൻ പറയുന്നു, ആമന്തു ബിറബ്ബി മൂസ വഹാറൂൻ. വിളിച്ചു പറയാ, സംഭവം എല്ലാം മനസ്സിലായി, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, മുഅ്മിനായിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയിട്ട് പിടിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹിന്റെ താരീഖ് കാണാം, മണ്ണ് വാരി ഫിർഔന്റെ വായിലിട്ടു. സനദ് സഹിയാണ്. റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? ചിലപ്പം ആ വിളി ഉടമസ്ഥനായ അള്ളാഹു പരിഗണിച്ചേക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അർഹമുർ റഹീമാണ്. പിടിച്ചു. പക്ഷെ അള്ളാഹു ചോദിച്ചു, ഓഹോഹോ, ഇപ്പൊ നിങ്ങക്ക് ബോധം വന്നത്? എന്തെല്ലാം കഴിഞ്ഞു, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു, എന്തൊക്കെ നടപടികൾ വന്നു, ഇപ്പോഴാ മതി, തൽക്കാലം വേണ്ട. ഫിർഔൻ ചാപ്റ്റർ ക്ലോസ്. പക്ഷെ അന്നേരം ഒരു വാക്കല്ല പറഞ്ഞു, ഞാൻ നിന്നെന്ത് ചെയ്യും? എടുത്തു വെക്കും. ഞാൻ നിന്നെ എടുത്തു വെക്കും. മൂസ അലൈഹിസ്സലാത്തു തബരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്, ബനു ഇസ്രായേൽ ഇത് അപ്പുറത്ത് നിന്നിട്ട് കാണുകയാണ്. എന്ത്? കടൽ മൂടുന്നതും ഇവരെ മുങ്ങിച്ചാവുന്നതും. പക്ഷെ ഇവർക്ക് ഉറപ്പ് കിട്ടുന്നില്ല ഫിർഔൻ ചത്തോ ഇല്ലേ എന്നുള്ളത്. മൂസലിനടുത്ത് പറഞ്ഞു, നമുക്ക് ഫിർഔന്റെ മയ്യത്ത് കാണണം. നേടുന്നിടത്ത് കാണിക്കുക, കടലിനടിയിലുള്ളത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ഉടമസ്ഥനായ റബ്ബ് ഫിർഔന്റെ മയ്യത്തിനെ കടലിന്റെ മുകളിലേക്ക് പൊക്കി ബനു ഇസ്രായേലിനെ കാണിച്ചു കൊടുത്തിട്ട് താഴ്ത്തിയിട്ടു. ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. കാരണം അവർക്ക് ഉറപ്പായി, പറാഹത്തായി, മനസ്സ് ക്ലീൻ, സമാധാനം, എല്ലാം കഴിഞ്ഞു. കാഫിറുകൾ മുഴുവൻ ചത്തു. മൂസനെയും കൂടെയുള്ള മുഅ്മിനീങ്ങളെ മുഴുവൻ അല്ലാഹു രക്ഷപ്പെടുത്തി. ഫലസ്തീനിലേക്കാ പോകേണ്ടത്. പക്ഷെ ഫലസ്തീനില് പോകുന്നതിന്റെ ഇടയിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല നാടുകളും പടവെട്ടി തോൽപ്പിച്ചു പോവാനാണ് കൽപ്പന. ഫലസ്തീൻ അല്ലാഹു അവരെ എത്തിച്ചില്ല. അപ്പൊ തന്നെ ഇനിയും യാത്രയുണ്ടത്രേ. പക്ഷെ പല രാജ്യത്തും രാജാക്കന്മാരുണ്ട്. അവരോടൊക്കെ യുദ്ധം ചെയ്യണം, അവരെ തോൽപ്പിക്കണം, എന്നിട്ട് വേണം അവസാനം ഫലസ്തീനിലെത്താൻ. അങ്ങനെ യാത്രാ മധ്യേ ഒരു നാട്ടിലെത്തി. മുസ്ലിം പറഞ്ഞു, വാ ഇറങ്ങാം നമുക്ക്. കാരണം ഇത് ഇത്രയും നിഅമത്തുകൾ കണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയത് അനുഭവിച്ച്, നാടകമല്ലല്ലോ ഇത്, സിനിമയൊന്നുമല്ലല്ലോ, അനുഭവിക്കല്ല ജീവിതത്തില്. അപ്പൊ ആ ധൈര്യത്തിലാണ് മൂസ നബി, വാ ഇറങ്ങാം. അപ്പം പറയാ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീ പോയിട്ട് വാപ്പ, നീ നിന്റെ റബ്ബും പോയി യുദ്ധമെല്ലാം ചെയ്ത് തോപ്പിച്ച് എല്ലാം പിടിച്ചിളക്കിയിട്ട് വാ, നമ്മളിവിടെ ഉണ്ട്, ജയിച്ചിട്ടാകുമ്പോൾ വിളിച്ചാൽ മതി, അമ്മ വന്നോളാം. ഇതാണ് ബനു ഇസ്രായേൽ. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കള് നേരെ ഉൾട്ടെ. ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി അല്ലാഹുവിന്റെ റസൂലിന് ഒരു സമാധാനമില്ല. കാരണം യുദ്ധത്തിന് വന്നതല്ല, ആയുധമില്ല, ഭക്ഷണമില്ല, ചെരുപ്പില്ല, തുണിയില്ല, ഒന്നുമില്ല. തങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റത്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസയോട് മൂസന്റെ ഖൗമ് പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും നിങ്ങളോട് പറയൂല. നമ്മൾ എന്തേ പറയുള്ളൂ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നനാ മഅകുമാ മുഖാതിലൂൻ. ഇറങ്ങിക്കോളിൻ, നമ്മൾ നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഉണ്ടാവും എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ, ഇവിടെ ഇരിക്കും നമ്മൾ പറയുള്ളൂ. റസൂലുള്ളാഹിക്ക് സന്തോഷമായി ആ വർത്താനം കേട്ടപ്പോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫലസ്തീനിലേക്കുള്ള യാത്ര ഇവരെയും കൊണ്ട് തുടങ്ങുകയാണ്. എപ്പോഴാ എത്തുക ഒന്നും പറയാൻ കഴിയില്ല. ഭക്ഷണം വേണം, കൊണ്ടുപോയതെല്ലാം തീർന്ന്, എല്ലാം കൂടി കെട്ടും പാണ്ടമാക്കിയിട്ടാ പോന്ന്. ആകെ വിശന്ന് വളരെ അവശരായി. മൂസ, തിന്നാലില്ല, നീ അടുത്തേക്ക് കൊണ്ടുവന്ന്, നിന്റെ പേരെ വന്നോ, അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുന്നെല്ലാം പറഞ്ഞിട്ടല്ലേ, ഭക്ഷണമില്ല. അള്ളാഹു എന്ത് ചെയ്തു? പറഞ്ഞു, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. മൂസ, മന്നും സെൽവയും അള്ളാഹു ഇറക്കി കൊടുത്തു. മന്നെന്ന് പറഞ്ഞാൽ തേൻ പോലെ മധുരമുള്ള, അല്ലാഹു അഅലം. സെൽവ എന്ന് പറഞ്ഞാൽ പക്ഷി, അതിങ്ങനെ വന്നിരിക്കും ഒരിടത്ത്.
ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ അത് വന്ന് അവരടുത്ത് ഇരിക്കും. പിന്നെ അതിനെ പിടിച്ച് അറുത്ത് പൊരിച്ചിട്ടൊക്കെ തിന്നാൽ മതി. അങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന ഭക്ഷണത്തലികയും മഞ്ഞും സെലവയും ഒക്കെ തിന്നിട്ട് ഇവരിങ്ങനെ ടൂറ്. മുസ്ലിം മുമ്പിലുണ്ട്, ഇടക്കിടക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും, തൗഹീദ് പറഞ്ഞു കൊടുക്കും, അള്ളാഹിനെ പറഞ്ഞു കൊടുക്കും, അള്ളാഹിന്റെ നിഅമത്തുകൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ മഞ്ഞും സെലവയും തിന്ന്. വെള്ളമില്ല, വെള്ളം വേണ്ടേ കുടിക്കാൻ? പിന്നെ കുടിക്കണം, ബാത്റൂമിൽ പോകണം. അപ്പൊ എന്ത് ചെയ്തു? അനുദുരി പ്യാസാക്കൻ ഹജർ ഫൻഫജറത് മിൻ ഹുസ്നത അശറത ഐന. അടിക്കാൻ പറഞ്ഞു, അടിച്ചു. കല്ലിന്റെ മുകളിൽ നിന്ന് 12 അരുവി, പാറന്റെ മുകളിൽ നിന്ന് 12 പൈപ്പിലെ വെള്ളം. എന്തിന്? അടിമുടിയൊന്നും വേണ്ട, 12 ആൾക്കാർക്കും സുസ്ഥമായി വെള്ളം എടുക്കാം, ഉപയോഗിക്കാം, നല്ല റാഹത്തായിട്ട് ഇങ്ങനെ പോവാൻ. പക്ഷെ ഇവരെന്താ ചെയ്തെന്നറിയോ? കുറച്ച് കഴിഞ്ഞപ്പം പറയാണ്, യാ മൂസ ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ്. ഇത് എപ്പം നോക്കുമ്പോൾ ഇതന്നെ, ഒരു പരിപ്പും നമ്മളെ ദാൽ ഷരീഫും കുറച്ച് റൊട്ടിയും ഇതന്നെ, എപ്പം ഡെയിലി ഇതന്നെ. ലൻ നസ്ബിർ, നമുക്കിതൊന്നും താങ്ങാൻ പറ്റൂല, കുറച്ച് വെറൈറ്റി ഫുഡെല്ലാം വേണം. അലാ ത്വആമിൻ വാഹിദ് ഫദ്ഉ ലനാ റബ്ബക്. നീ നിന്ന് ദുആ ചെയ്, നമുക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് പരിപ്പും കുറച്ച് പയറും കക്കിരിയും من بقلها وقثائها وفومها وعدسها وبصلها. ഇപ്പോഴും മിസ്രികള് അതിൻ്റെ ആൾക്കാരാ. ഉരുളക്കിഴങ്ങെല്ലാം വെറുതെ ഇട്ട് കൊടുത്താൽ മതി, തോണ്ടിട്ട് തിന്നും. നമുക്ക് അത് മതി. ഇതിനെന്ത് വേണ്ട? അതേ ചോദിച്ചെന്താ അറിയോ മൂസ നബി? ഓഹോ ഹോ ഹോ അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ദുനിയാവിലെ ഏറ്റവും ടോപ്പ് ഫുഡാണ് നിങ്ങൾ ഇപ്പൊ തിന്നുന്നത്. ഏത് 5 സ്റ്റാറിലാണ് ബനു സലമയും കിട്ടല്? 7 സ്റ്റാറിൽ കിട്ടും. ബനു ഇസ്രായേലിന് മാത്രമേ ലോകത്തെ സാധനം കിട്ടിയിട്ടുള്ളൂ. ഇറക്കി കൊടുക്കല റബ്ബ് ആകാശത്ത് നിന്ന്, എഴുന്ന ഒന്നും തിരിയില്ല. നിങ്ങൾ ആ ഏറ്റവും ഹൈറായ ഫുഡിന് പകരം എന്തിനാ ഏറ്റവും താണ സാധനമായി ചോദിക്കുന്നത്? അപ്പം ഏറ്റവും താണത് എന്ന് അള്ളാഹു പറഞ്ഞ ഫുഡ് ഏതാ? ഈ ദാൽ ഷരീഫും ഉള്ളിയും പിന്നെ എന്താണ് ഈ പരിപ്പും ഇതൊക്കെ തന്നെ. എന്നാൽ അതൊന്നും ഡെയിലി ഫുഡാക്കി തിന്നേണ്ട സാധനമല്ല. ഇടക്കിടക്ക് ഇറച്ചിയെല്ലാം തിന്നിട്ട് എല്ലിൻ്റെ അടുക്ക് കൂടുമ്പോൾ കുറച്ച് ദാല് കുടിക്കുക, ചെറുതായി. കാരണം ഇറച്ചി തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, അതസ്തബ്ദിലൂൻ, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ ബില്ലദീ ഹുവ അദ്നാ, ഏറ്റവും താണ സാധനത്തിന് നിങ്ങൾ തരുന്ന ഏറ്റവും ഹൈറുള്ള സാധനത്തിന് പകരമായിട്ട്. ഇവര് പറഞ്ഞു, ആ ഇപ്പൊ തൽക്കാലം അത് മതി, നമ്മളത് തിന്നോളാം. അത്ര കുരുത്തം കെട്ടവരും അഹങ്കാരികളുമായിരുന്നു ബനു ഇസ്രായേൽ. ഇവരെയും കൊണ്ടാണ് ആര് നടക്കുന്നത്? ഈ പാവം മൂസ അലൈഹിസ്സലാം. മൂസ നബി നേരത്തെ ഒരുത്തനെ കൊന്ന ആളാണ്. ഇവരെടുത്ത പരിപാടിയൊന്നും നടക്കൂല. കൂടെ സഹായത്തിന് യൂഷ ഉണ്ട്, അതേപോലെ ഹാറൂൻ. ഹാറൂൻ നബിന്റെ മെയിൻ ജോലി എന്താ അറിയോ? പ്രധാനപ്പെട്ട ഡ്യൂട്ടി ക്ലാസ് എടുക്കല്. മൂസ നബിക്ക് വർത്താനം പറയാൻ പ്രശ്നമുണ്ടല്ലോ, മൂസ നബി നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഹാറൂൻ നബിന്റെ മെയിൻ ജോലി ക്ലാസ് എടുക്കുക. അതുകൊണ്ടാണ് മലന്റെ മുകളിൽ പോകുമ്പോൾ ഏൽപ്പിച്ച്, ഹാറൂനെ നോക്കിക്കൊള്ളേ, ക്ലാസ് എടുത്താൽ മാത്രം പോലെ കുറച്ച് ഉത്തരവാദിത്വം എല്ലാം വേണം. അവിടെ ഞാൻ പോയിട്ട് വരുമ്പോക്ക് നോക്കിക്കൊള്ളണം. പോയി വരുമ്പോക്ക് ആകെ കുടുക്കയും പൊട്ടിയിട്ടുണ്ട്, ചട്ടിയും പൊട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പൂർത്തിയാക്കാം. അള്ളാഹു പാഠം ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.